Hello, my dear beautiful boys and beautiful girls. Everybody happy? I am here, Joby Wallinger. ഇന്ന് നമുക്കിടയിൽ സർവ്വസാധാരണമായിക്കൊണ്ടിരിക്കുന്ന ഒരു അസുഖമാണ് കിഡ്നി സ്റ്റോൺ എന്ന് പറയുന്നത്. അത് യുവാക്കൾക്കുമുണ്ട്, യുവതികൾക്കുമുണ്ട്, പ്രായമായവർക്കുണ്ട്, എല്ലാവർക്കും സർവ്വസാധാരണമായി വന്നുകൊണ്ടിരിക്കുകയാണ്. വരുന്നതിൻ്റെ മെയിൻ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ ജലാംശം കുറഞ്ഞു കഴിഞ്ഞാൽ കിഡ്നി സ്റ്റോൺ ഉണ്ടാകാൻ വളരെയധികം സാധ്യതയാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ നമ്മുടെ ജീവിത രീതി അനുസരിച്ച് ജോലി ചെയ്യും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ഏർപ്പെടും. പക്ഷേ വെള്ളം കുടിക്കാൻ മാത്രം നമ്മൾ താല്പര്യം കാണിക്കാറില്ല. ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് കിഡ്നി സ്റ്റോണിനെ അവോയ്ഡ് ചെയ്ത് നിർത്താൻ വേണ്ടി, കിഡ്നി സ്റ്റോൺ വരാതിരിക്കാൻ വേണ്ടി സിമ്പിൾ മാർഗ്ഗമാണ് ഒരു ദിവസം ഏറ്റവും കുറഞ്ഞ 1.5-2 ലിറ്റർ വെള്ളമെങ്കിലും എല്ലാ ദിവസവും നിങ്ങൾ കുടിച്ചാൽ ഒരു കാരണവശാലും കിഡ്നി സ്റ്റോൺ വരില്ല. ഓക്കെ. ഇനി രണ്ടാമതൊരു കാര്യം വെച്ചാൽ ചിലപ്പോൾ ഈ കിഡ്നി സ്റ്റോൺ ഒന്ന് പാരമ്പര്യമായിട്ട് ഉണ്ടാകാറുണ്ട്. അങ്ങനെ പാരമ്പര്യമായിട്ട് നമുക്ക് ഉണ്ടാകുന്ന കിഡ്നി സ്റ്റോൺ ഒരു സ്റ്റോണ് നമുക്ക് എങ്ങനെ ഉണ്ടായി അതിനെ റിമൂവ് ചെയ്താലും കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. എന്തായാലും ഇങ്ങനെ കണ്ടിന്യൂസ് ഉണ്ടാകുന്നതും അതല്ലാത്ത രീതിയിൽ വരുന്നതുമായ എല്ലാ കിഡ്നി സ്റ്റോണിനെയും നമുക്ക് മാറ്റി നിർത്താൻ വേണ്ടി, അതും 10 days കൊണ്ട് നമുക്ക് മാറ്റി നിർത്താൻ വേണ്ടി ഒരു സിമ്പിൾ മാർഗ്ഗമാണ് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. എന്തായാലും അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് വെൽക്കം ടു മൈ ചാനൽ. ഐ ആം ജോബി വായലങ്കാൽ. അതിനാണ് നമുക്ക് വേണ്ടത് ഇതുപോലെ പാൻ എടുത്ത് ചൂടാക്കാൻ വേണ്ടി വെക്കാം. അതിലേക്ക് നമുക്ക് 1 ഗ്ലാസ് വെള്ളം, പച്ചവെള്ളം നമുക്ക് ഒഴിക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു 2 സ്പൂൺ ഷുഗർ, നമ്മുടെ സാധാരണ പഞ്ചസാര 2 സ്പൂൺ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അര സ്പൂണ് നമുക്ക് ടർമറിക് പൗഡർ, നമ്മുടെ മഞ്ഞൾപ്പൊടി. ഇതിലേക്ക് ഇനി നമുക്ക് ഒരു 4 ടീസ്പൂൺ നമ്മുടെ ലെമൺ, ഓക്കെ, ലെമൺ ഓർ ലൈമ് നമുക്ക് യൂസ് ചെയ്ത് ഒഴിക്കാം. ഒരു 4 ടീസ്പൂൺ. രണ്ട് 3 4. ഓക്കെ. ഇനി നമുക്ക് ആഡ് ചെയ്യേണ്ടത് ഇതിലേക്ക് ബൈകാർബണേറ്റ് ഓഫ് സോഡ, അതായത് നമ്മുടെ സോഡാപ്പൊടി. ഇത് നമുക്ക് ഒരു അര സ്പൂൺ സോഡാപ്പൊടി നമുക്ക് ഉപയോഗിക്കാം. അതായത് നമ്മുടെ ബേക്കിംഗ് സോഡ 1 ടീസ്പൂൺ. ഓക്കെ. ഇനി ജസ്റ്റ് ഒന്ന് ഇട്ട ശേഷം നമുക്കിതൊന്ന് ഇളക്കാം. അതിനുശേഷം ഇത് ശരിക്ക് തിളയ്ക്കുന്നവരെ നമുക്കത് വെയിറ്റ് ചെയ്യണം. ശരിക്ക് തിളയ്ക്കുന്നവരെ. ഓക്കെ. അപ്പോൾ അതാ ഇപ്പോൾ ശരിക്ക് തിളച്ചു. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. ഏകദേശം 2-3 മിനിറ്റ് ശരിക്ക് ഇതുപോലെ ഒന്ന് തിളച്ചുകൊണ്ടേ ഇരിക്കണം. ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അരിച്ച് ഈ ഗ്ലാസ്സിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ മരുന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കഴിക്കാം. എന്തായാലും ഈ മരുന്ന് കഴിക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ട് 10 days കഴിക്കാം. ഒരു ദിവസം 2 നേരം വെച്ച് കഴിക്കാം. ഇനി കഴിക്കേണ്ട അളവ് എന്ന് വെച്ചാൽ ഏകദേശം ഒരു 50 ml നമുക്ക് കഴിക്കാം. എന്താ ഏകദേശം ഞാൻ കാണിച്ചു തരാം. ഒരു 50 ml. അപ്പോൾ ഒരു 50 ml എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഇത്രത്തോളം വരും. ഓക്കെ. ഇത് ഇങ്ങനെ 2 നേരം കഴിക്കുക. അതായത് രാവിലെ നിങ്ങൾ ഫുഡ് കഴിച്ച ശേഷം നിങ്ങൾക്ക് കഴിക്കാം. അതോടൊപ്പം തന്നെ രാത്രിയിലും ഫുഡ് കഴിച്ച ശേഷം കിടക്കുന്നതിന് തൊട്ട് മുമ്പ് ഇത് കുടിക്കുക. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് 10 days നിങ്ങൾ ഇത് കുടിക്കുക. പിന്നെ ഒരു കാര്യം ഓർക്കുക, ഇത് കഴിക്കുന്ന ഈ 10 days നിങ്ങൾ ഒരു കാരണവശാലും ഒരു തരത്തിലുള്ള ഇറച്ചിയും കഴിക്കാൻ പാടില്ല. ഓക്കെ. അപ്പോൾ ഇവിടെ സിമ്പിളായി ഈ ഒരു മാർഗ്ഗത്തിലൂടെ വെറും 10 ദിവസം കൊണ്ട് നമുക്ക് കിഡ്നി സ്റ്റോണിനെ അവോയ്ഡ് ചെയ്ത് കളയാറുള്ളൂ. പിന്നെ ഇത് കുടിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. കഴിക്കുന്ന 10 days നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ ഒരു തരത്തിലുള്ള ഇറച്ചിയും കഴിക്കാൻ പാടില്ല. ഇറച്ചി പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്ത് നിർത്തുക. അതിനുശേഷം ഇത് കഴിക്കുക. അങ്ങനെ 10 days കഴിക്കുക. 10 days കഴിഞ്ഞ ശേഷം നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. കിഡ്നി സ്റ്റോൺ ഒരുപാട് വ്യത്യാസം വന്നിരിക്കും. ഓക്കെ ഗൈസ്. പിന്നെ താല്പര്യമുള്ള ആർക്ക് വേണമെങ്കിലും ഉപയോഗിച്ച് നോക്കാവുന്നതാണ്. 100% വർക്കൗട്ട് ആവുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഓക്കെ ഗൈസ്. അപ്പോൾ കണ്ടത് മനോഹരം, കാണാൻ പോകുന്നത് അതിമനോഹരം. നമുക്ക് കാണാൻ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം ജോബി വായലിംഗ്. ദൂരേക്കും ഷാർപ്പായി. കൂടുതൽ വീഡിയോയ്ക്ക് വിശകലനങ്ങൾക്കുമായി എൻ്റെ 2 യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും എൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുവാനും മറക്കാതിരിക്കുക. ജോബി വായലിംഗ്.